നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ആഘോഷത്തിൻ്റെ 12 ദിനരാത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കട്ടപ്പന ഫെസ്റ്റിന് നാളെ മുതൽ തുടക്കമാവുകയാണ്. ഇവിടെ ഒരുക്കങ്ങളെല്ലാം തന്നെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ഫെസ്റ്റിന് വളരെ പ്രത്യേകതകളാണുള്ളത്. കാരണം നിരവധിയായിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമുകളടക്കം നമ്മുടെ ആളുകളിലേക്ക് എത്തുകയാണ്, ജനങ്ങളിലേക്ക് എത്തുകയാണ്. സ്നോ പാർക്ക്, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്നോ പാർക്ക്, ഒരു മഞ്ഞു ലോകത്തേക്ക് നമ്മൾ കടന്നു പോകുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന സ്നോ പാർക്ക്, അതുപോലെ തന്നെ അക്വാപെറ്റ് ഷോയ്, അതിനോടൊപ്പം തന്നെ ഒട്ടക കുതിര സവാരികൾ, അതുപോലെ തന്നെ സെൽഫി വിത്ത് പെറ്റ്സ്, അതായത് 12 ഇനം പെറ്റ്സിനോട് ഇഗ്വാനയടക്കം, അതുപോലെ തന്നെ സ്നേക്കുകളടക്കം, വിഷമില്ലാത്ത പാമ്പുകളോടൊപ്പം ഒക്കെ ഫോട്ടോ എടുക്കാനുള്ള സജ്ജീകരണങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള നിരവധിയായിട്ടുള്ള റൈഡുകൾ ഒരുക്കിയിരിക്കുന്നു, ഒട്ടക കുതിര സവാരികൾ ഒരുക്കിയിരിക്കുന്നു, നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ. എല്ലാ ദിവസവും തന്നെ പ്രശസ്തരായിട്ടുള്ള സിനിമ സീരിയൽ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഫെസ്റ്റിൻ്റെ ഉദ്ഘാടന ദിവസമായ നാളെ രാത്രി 7:30 അശ്വതി സൗണ്ട്സ് ആൻഡ് ഈവൻറ്റ്സ് ഒരുക്കുന്ന കാഴ്ചക്കാരെ സംഗീതത്തിൻ്റെ മാസ്മരിക ലോകത്തേക്ക് ആനയിക്കുന്ന ലൈവ് മ്യൂസിക് നൈറ്റുമായി DJ സാവിയോ എത്തും. ഏപ്രിൽ 11 SS ഈവൻറ്റ്സ് ഒരുക്കുന്ന പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ അൻവർ സാദത്തും 10 ഏക്കർ മ്യൂസിക് ബാൻഡും ഒന്നിക്കുന്ന റംസാൻ നിലാവ് എന്ന പരിപാടിയാണ് ഒരുക്കിയിരിക്കുന്നത്. 12 മലയാളികളുടെ മനം കവർന്ന സിനിമാ താരം ഹരിശ്രീ അശോകൻ അതിഥിയായി എത്തുന്ന കൊച്ചിൻ കലാഭവനിലൂടെ പ്രിയങ്കരായ താരങ്ങൾ ഒരുക്കുന്ന മ്യൂസിക്കൽ മെഗാ ഷോ. ഏപ്രിൽ 13 കീറ്റാറിൽ വിസ്മയം തീർത്ത് ആസ്വാദകരെ വിസ്മയ കൊടുമുടിയിലെത്തിക്കുന്ന സ്റ്റീഫൻ ദേവസി അവതരിപ്പിക്കുന്ന മാജിക്കൽ മ്യൂസിക്. ഏപ്രിൽ 14 വിഷുദിനത്തിൽ രാത്രി 7:30 SS ഈവൻറ്റ്സ് ഒരുക്കുന്ന ഓടക്കുഴലിൽ വിസ്മയം തീർക്കുന്ന അതുല്യ കലാകാരൻ രാജേഷ് ചേർത്തല അവതരിപ്പിക്കുന്ന ഓടക്കുഴൽ സന്ധ്യ വിഷു കൈനീട്ടം. ഏപ്രിൽ 15 7:30 അശ്വതി സൗണ്ട്സ് ആൻഡ് ഈവൻറ്റ്സ് ഒരുക്കുന്ന പ്രശസ്ത സിനിമാ താരം കൃഷ്ണപ്രഭയും താണ്ഡവ മ്യൂസിക് സ്കൂളും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡാൻസ് ആൻഡ് മ്യൂസിക് നൈറ്റ്. ഏപ്രിൽ 16 ശബ്ദതാള വിസ്മയവുമായി DJ അലക്സാണ്ട്ര, ഒപ്പം പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകർ സ്വരാജും ആതിര മുരളിയും. ഏപ്രിൽ 17 SS ഈവൻറ്റ്സ് ഒരുക്കുന്ന പാമ്പുകളുടെ കളിത്തോഴൻ വാവ സുരേഷ് അതിഥിയായി എത്തുന്ന ദ സ്നേക്ക് മാസ്റ്റർ ഷോ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ചലച്ചിത്ര പിന്നണി ഗായിക ദുർഗ വിശ്വനാഥ് നയിക്കുന്ന ഹാർമണി മ്യൂസിക്കൽ നൈറ്റ്. ഏപ്രിൽ 18 അശ്വതി സൗണ്ട്സ് ആൻഡ് ഈവൻറ്റ്സ് ഒരുക്കുന്ന ലാസ്യലയ നടനഭാവങ്ങളുടെ മനോഹര കാഴ്ചയുമായി പ്രശസ്ത സിനിമാ താരം ആശാ ശരത് നയിക്കുന്ന നൃത്ത കലാസന്ധ്യ ആശാ നടനം. 19 പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേള. ഏപ്രിൽ 20 പ്രശസ്ത സിനിമാ താരം രമ്യ നമ്പീശനും താമരശ്ശേരി ചുരം മ്യൂസിക് ബാൻഡും ഒന്നിക്കുന്ന സംഗീതരാവ്. 21 SS ഈവൻറ്റ്സ് ഒരുക്കുന്ന മലയാളികളുടെ മനം കവർന്ന ഗായകൻ MG ശ്രീകുമാർ അതിഥിയായി എത്തുന്ന ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച കൊച്ചു ഗായകർ മേധാ മെഹറും സംഘവും അവതരിപ്പിക്കുന്ന ദി മൈക്ക് ആൻഡ് ഗേൾസ് മ്യൂസിക് ബാൻഡ് നടക്കും. സമാപന ദിവസമായി ഏപ്രിൽ 22 രാത്രി 7:30 റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജും റെഡ് ഐ എൻ്റർടൈൻമെൻറ്റും ചേർന്ന് അവതരിപ്പിക്കുന്ന ഇടുക്കിയുടെ മിടുക്കിയെ തിരഞ്ഞെടുക്കുന്ന മിസ് ഇടുക്കി കോമ്പറ്റീഷനും, ഒപ്പം ത്രസിപ്പിക്കുന്ന നൃത്ത ചുവടുകളുമായി റഷ്യൻ സുന്ദരി അവതരിപ്പിക്കുന്ന ബെല്ലി ഡാൻസും അടക്കം നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഈ കട്ടപ്പന ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത്. കട്ടപ്പന നഗരസഭാ കൗൺസിലറും ഫെസ്റ്റ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറുമായിട്ടുള്ള സിജോമൻ ജോസാണ് നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ തവണത്തെ ഫെസ്റ്റ് വൻ വിജയമായിരുന്നു. ഇത്തവണ നമ്മളൊരു സദുദ്ദേശപ്രകാരം കൂടിയായിട്ടാണ് ഈ ഫെസ്റ്റുമായിട്ട് മുമ്പിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം സാമ്പത്തിക മാന്ദ്യമൊക്കെ കാരണം ഫെസ്റ്റ് വേണ്ട എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വളരെ ആകസ്മികമായിട്ട് നമുക്കൊരു ചാരിറ്റി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഒരു വ്യാപാരിക്ക് ഒരു സഹായം ചെയ്യുന്ന ഒരു ബോൺമാരോ ശസ്ത്രക്രിയ ചെയ്യുന്നതിനുള്ള ഫണ്ട് എമർജൻസി ആയിട്ട് കണ്ടെത്തുന്നതിന്, അതായത് ഈ ഏപ്രിൽ മാസം 30 ചെയ്യുന്ന വളരെ ഷോർട്ട് പീരീഡായിരുന്നു നമുക്കുള്ളായിരുന്നു. എങ്കിൽ തന്നെയും മുനിസിപ്പാലിറ്റിയുമായിട്ട് പെട്ടെന്ന് ആലോചിച്ച് തന്നെ വളരെ ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയും എല്ലാവരെയും വിളിച്ച് കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമ ഫലമായിട്ടാണ് കട്ടപ്പനയിലെ പൗരാവലിയുടെ ഒരു കൂട്ടായ സഹകരണം കൊണ്ടാണ് ഈ ഫെസ്റ്റ് ഗ്രൗണ്ട് ഇങ്ങനെ ഈ രീതിയിൽ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചത്. ഫെസ്റ്റിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫെസ്റ്റിന് കിട്ടിയ ലാഭങ്ങളൊക്കെയും നമ്മൾ കട്ടപ്പനയുടെ മുനിസിപ്പാലിറ്റിയിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യവും സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കോ അതിൻ്റെ യുവജന വിഭാഗത്തിനോ ഒരിക്കലും നമുക്ക് ഫെസ്റ്റ് നടത്തി കാശുണ്ടാക്കേണ്ടതായിട്ടുള്ള കാര്യം. പക്ഷേ ചാരിറ്റി ചെയ്യുന്നതിനായിട്ട് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിനായിട്ട് നമുക്കിതുവഴിയായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു ഫെസ്റ്റ് നമ്മൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ പ്രാവശ്യം അതെയാണ് ഈ പ്രാവശ്യം നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ഹൈ റേഞ്ചിലെ അല്ലെ ഇടുക്കിയിലെ ആൾക്കാർക്ക് കാണാത്ത സെലിബ്രിറ്റികളെ മുഴുവൻ
ഇവിടെ കട്ടപ്പനയിൽ എത്തിക്കുക. നിങ്ങൾ കണ്ടു കാണും, സ്റ്റീഫൻ ദേവശ്രീ, MG ശ്രീകുമാർ, ആശാ ശരത്ത്, ഹരിശ്രീ അശോകൻ, വാവാ സുരേഷ്, അതായത് 13 ദിവസം രാജേഷ് ചേർത്തല ഉൾപ്പെടെയുള്ള, അതേപോലെ രമ്യ നമ്പീശൻ ഉൾപ്പെടെയുള്ളവർ, കൃഷ്ണപ്രഭ ഉൾപ്പെടെയുള്ളവരുടെ പ്രോഗ്രാം ഈ നാട്ടിലെ ആൾക്കാർക്ക് അവരെ നേരിട്ട് കാണുവാനും, അതും ഒരു അവാർഡ് നിശ നടക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജ് സംവിധാനത്തിൽ 500 സ്ക്വയർ ഫീറ്റോളം LED വാളിൽ നമ്മളത് ക്രമീകരിച്ചേക്കുക. അവരുടെ പ്രോഗ്രാമിന് തടസ്സമായിട്ട് വരുന്ന വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കുകളായിട്ടുള്ള റൈഡുകൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം ഒഴിവാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ഐറ്റംസുകൾ മുഴുവൻ അമ്യൂസ്മെൻറ്റ് പാർക്കുകളും നമ്മളിവിടെ റെഡിയാകുന്നുണ്ട്. അതുകൂടാതെ 10,000-ഓളം സ്ക്വയർ ഫീറ്റ്, എനിക്ക് തോന്നുന്നു വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലവർ ഷോയാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ സ്നോ പാർക്ക്, അതായത് ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് സ്നോ പാർക്കാണ്. കാരണം ഞാൻ ഓർക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് സ്നോ പാർക്ക് കാണുന്നത് ഹൈദരാബാദിൽ ചെന്ന, അപ്പോൾ അതെനിക്കൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ആതിരപ്പള്ളിയിലുണ്ട്. പക്ഷേ ഒരു ഫെസ്റ്റിനോടനുബന്ധിച്ച് നമ്മളിവിടെ ആദ്യമായിട്ടാണ് ഒരു സ്നോ പാർക്ക് വരുന്നത്. അത് ഗംഭീരമായിട്ടുള്ള 4000 സ്ക്വയർ ഫീറ്റിൻ്റെ അകത്താണ് അത് വരുന്നത്. അതുകൂടാതെ നമ്മൾ എഡ്യൂക്കേഷണൽ എക്സ്പോ എന്ന് പറഞ്ഞ, കാരണം എല്ലാവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പലയിടത്തും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പോയി നടക്കാതെ ഒറ്റക്കിടക്കീഴിൽ വരുന്നവർക്ക്, താല്പര്യമുള്ള മാതാപിതാക്കളുമായിട്ട് വരുന്നവർക്ക് അവർക്ക് ആ സ്റ്റാള് സന്ദർശിച്ച് അവർക്കൊപ്പം അതിനുള്ള തീരുമാനമെടുക്കുന്നതിനുള്ള ഒരവസരം കൂടിയാണ് നമ്മൾ ഇത് വന്നത്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തൊരു വലിയ കാര്യം കണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു 10, ഇപ്പോൾ കട്ടപ്പനയിൽ തന്നെ 10-30ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇവരെ എല്ലാവരും കൂടെ പലയിടത്ത് കയറി അതിൻ്റെ വിവരങ്ങൾ അറിയാതെ ഒരു ദിവസം ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് ഈ കാര്യങ്ങൾ തീർത്തിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം അപ്പം അതുണ്ട്. കൂടാതെ 100ഓളം സ്റ്റാളുകളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായിട്ടുള്ള ഒരു സഹകരണം, അതായത് കട്ടപ്പനയിലെ സാംസ്കാരിക രംഗത്തുള്ളവർ, സന്നദ്ധ സംഘടനകൾ, അതുകൂടാതെ രാഷ്ട്രീയ ജാതിമത ഭേദമന്യുള്ള പ്രവർത്തനം, അങ്ങനെയുള്ള ഒരു നല്ല കൂട്ടായ്മയാണ് കഴിഞ്ഞ പ്രാവശ്യം വിജയം. ഈ പ്രാവശ്യം അത് തന്നെയാണ്. നമ്മൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കട്ടപ്പന ഫെസ്റ്റിൽ വന്നു പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് സാമ്പത്തികമൊന്നും വേണ്ട. അങ്ങേയറ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ വന്ന് കയറുമ്പോൾ 100 രൂപ എൻട്രിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് 100 രൂപ മുടക്കിയാൽ ഇത്രയും വലിയ പ്രോഗ്രാം. എറണാകുളത്തൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു സിനിമയ്ക്ക് പോയാൽ 150 രൂപ ആവും. അപ്പം ശരിക്കും ഒരു സെലിബ്രിറ്റിയുടെ പ്രോഗ്രാം കാണുന്നതിന് 100 രൂപ മാത്രമാണ്. ഒരു കുടുംബം വന്നു കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് മാത്രമായിട്ട് മുഴുവൻ കാര്യങ്ങൾ. കാരണം ഇതിൻ്റെ അകത്ത് സ്നോ പാർക്ക് മാത്രം ഒരുപാട് ധനച്ചെലവ് വരുന്നു. കാരണം അതിന് മാത്രം നമ്മൾ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫ്രീ ആണ്. നമ്മൾ അമ്യൂസ്മെൻറ്റ് നമുക്കറിയാമല്ലോ, കുട്ടികളുടെ റൈഡുകൾ അങ്ങനെയുള്ളത് നമുക്ക് അതിന് ചെറിയ ഫീസുണ്ട്. ബാക്കിയുള്ള പിന്നെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, നല്ല ഫുഡ് കോർട്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത ഒരു കാര്യം, വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് ഈ ഫെസ്റ്റ് നഗരിയിൽ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടാസ്വദിച്ചുകൊണ്ട് തന്നെ കഴിക്കാനായിട്ടുള്ള പ്രത്യേക ഒരു പവലിയൻ തന്നെ ഇതിനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പിഴവുകളും എല്ലാം തിരുത്തി ഇട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ നമ്മൾ ആ ശസ്ത്രക്രിയയും അദ്ദേഹത്തിന് ഒരു ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു കാര്യം ഈ ഫെസ്റ്റ് വഴിയായിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഏതായാലും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കും. കട്ടപ്പന ഫെസ്റ്റിലെ ഏറ്റവും വലിയ ആകർഷണം, ഈ വർഷത്തെ കട്ടപ്പന ഫെസ്റ്റിലെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് സ്നോ പാർക്കാണ്. അതായത് മഞ്ഞുകൊണ്ടൊരു വിസ്മയം തീർക്കുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. അതിനകത്ത് കുറേയധികം മൃഗങ്ങളെയൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. ഞാനത് പറയുന്നില്ല, കാരണം നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരു വിസ്മയ ലോകം. ഈ ചൂട് കാലത്ത് ആ സ്നോ പാർക്കിലേക്ക് കയറി അതിൻ്റെ ഒരു കുളിർമയും അതിൻ്റെ ഒരു മനോഹാരിതയും ഒക്കെ ആസ്വദിക്കാനായിട്ടുള്ള ഒരു വലിയ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്നോ പാർക്ക് നിങ്ങൾക്കൊരു പ്രത്യേക അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കട്ടപ്പന മർച്ചൻസ് യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി അജിത് സുകുമാർ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗം ജിനേഷ് എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇത്തവണത്തെ കട്ടപ്പന ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഫെസ്റ്റാണ്. കാരണം കട്ടപ്പനക്കാർ കാണാത്ത ഒരുപാട് കാഴ്ചകൾ നമ്മൾ കട്ടപ്പനക്കാരിലേക്ക് എത്തിക്കുകയാണ്, അല്ലേ? നമ്മൾ ഒരുപാട് ഐറ്റങ്ങൾ, അതായത് നേരത്തെ ഇതുവരെ ഇടുക്കി ജില്ലയിൽ തന്നെ വരാത്ത സ്നോ പാർക്ക്, നമ്മുടെ ഫെസ്റ്റിൻ്റെ ഏറ്റവും മുഖ്യമായ ആകർഷണങ്ങളിലൊന്നാണ് ഈ സ്നോ പാർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ 0 ഡിഗ്രിയിൽ താഴെയുള്ള താപനില നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് ഒരു മലകളും മഞ്ഞിൽ വസിക്കുന്ന കുറേ മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഈ മഞ്ഞുകട്ടകളൊക്കെ ഇട്ട് ഉള്ള ഒരു പ്രേക്ഷകർക്ക് ഒരു നല്ല കാഴ്ചക്കാർക്ക് ഒരു നല്ലൊരു
അത്യാകർഷകമായ ഒരു വിരുന്നായിരിക്കും അത്. പിന്നെ അതോടൊപ്പം തന്നെ 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലവർ ഷോ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം അക്വാപെറ്റ് ഷോ ഉണ്ട്. ഈ അക്വാപെറ്റ് ഷോയിൽ തന്നെ ഇക്വാന എന്ന് പറയുന്ന ജീവി, അതുപോലെ തന്നെ വിഷമില്ലാത്ത പലതരത്തിലുള്ള പാമ്പുകൾ, അപ്പം ഇവയോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനുള്ളൊരു സെൽഫി പോയിൻ്റ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പല വിധത്തിലുള്ള റൈഡുകൾ, ഒട്ടക സവാരി, കുതിര സവാരി, അങ്ങനെയെല്ലാം നമ്മൾ ഈ ഫെസ്റ്റിവലിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ എങ്ങും കാണാത്ത രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ പരിപാടിയോട് അനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. MG ശ്രീകുമാർ, ആശാ ശരത്ത്, ഹരിശ്രേ ശോഭനെ, അങ്ങനെ തുടങ്ങി വളരെ വലിയൊരു സ്റ്റീവൻ ദേവസി, വളരെ വലിയൊരു കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാരുടെ വലിയൊരു നിരയാണ് നമ്മളിതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പം കട്ടപ്പനയുള്ള എല്ലാവരെയും നമ്മൾ ഈ പരിപാടി കാണാൻ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, എന്തായാലും ഈ പുഷ്പാലങ്കാര പ്രദർശനം എപ്പോഴും നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒന്നാണ്. ഇത്തവണയും നമ്മൾ അത് ഒരുക്കിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ പ്രാവശ്യം ഒരുക്കിയതിനേക്കാളും 10,000 സ്ക്വയർ ഫീറ്റിലാണ് ഇപ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് പല പല ഫോട്ടോ പോയിന്റുകളുണ്ട്. അതൊരു നല്ല അനുഭവം ആയിരിക്കും. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഒരു വലിയ റൈഡുകൾ ഇല്ല. അത് സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ട് വലിയ റൈഡുകളില്ല. ചെറിയ, അതായത് കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ റൈഡുകളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത്തവണത്തെ ഈ സ്റ്റാളുകളെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് മൊത്തം 100ഓളം സ്റ്റാളുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും അത്യാകർഷണമായ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി, ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ, അവർക്ക് വേണ്ടി നമ്മൾ റോട്ടറി ക്ലബ്ബ് കട്ടപ്പന ഹെറിറ്റേജുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു എഡ്യൂക്കേഷണൽ എക്സ്പോ തന്നെ തയ്യാർ ചെയ്തിട്ടുണ്ട്. അത് AC-യിൽ ശീതീകരിച്ച മുറികളിൽ ആയിട്ടുള്ള സ്റ്റാളുകളിൽ ഒരു 30ഓളം സ്റ്റാളുകളിലാണ് നമ്മൾ അതിനുവേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 75ഓളം കച്ചവട സ്റ്റാളുകളും ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൊത്തം അങ്ങനെ നോക്കുമ്പോൾ 100ഓളം സ്റ്റാളുകൾ ഈ ഫെസ്റ്റിവലിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വാവാ സുരേഷിൻ്റെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അതൊരു ശരിക്കും ഒരു വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. അത് ധാരാളം പാമ്പുകളുമായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. അത് ഒരു പ്രേക്ഷകർക്ക്, അത് കാണാൻ വരുന്നവർക്ക് ഒരു നല്ല അനുഭവമായിരിക്കും. എന്തായാലും ഫെസ്റ്റിൻ്റെ ഭാരവാഹികൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരുപാട് പ്രത്യേകതകൾ ഇത്തവണത്തെ ഫെസ്റ്റിന് ഒരുക്കി വെച്ചിരിക്കുകയാണ്. കാരണം നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും തന്നെ വൈകിട്ട് 7:30 പ്രശസ്തരായിട്ടുള്ള സിനിമ, സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഷോ തന്നെയാണ് എല്ലാ ദിവസവും ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളെയും നമ്മൾ ഈ ഫെസ്റ്റ് നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുക. KVVSൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. ഫെസ്റ്റ് ചെയർമാൻ KP ഹസൻ അധ്യക്ഷത വഹിക്കും. അതിനോടൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. അതുപോലെ തന്നെ ഫെസ്റ്റ് ടിക്കറ്റിൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിക്കും. നാളെ ഉദ്ഘാടനം, നാളെ സാവിയുടെ DJ ആണ് നാളെ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം എല്ലാ ദിവസവും വളരെ ഗംഭീരമായിട്ടുള്ള കലാപരിപാടികളാണ് ഈ വേദിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അവധിക്കാലത്ത് ഏവർക്കും ഒരു പുത്തൻ അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കട്ടപ്പനയെ ആഘോഷ ലഹരിയിലാഴ്ത്തിക്കൊണ്ട് 12 ദിനരാത്രങ്ങൾ സമ്മാനിക്കുന്ന കട്ടപ്പന ഫെസ്റ്റിന് നാളെ തുടക്കമാവുകയാണ്. നിരവധിയായിട്ടുള്ള വിസ്മയ കാഴ്ചകൾ നിങ്ങളെ ഏവരെയും കാത്തിരിക്കുകയാണ്. തീർച്ചയായും കട്ടപ്പന ഫെസ്റ്റിലേക്ക് കടന്നു വരികയും ഇവിടെയുള്ള വിസ്മയ കാഴ്ചകളും മറ്റു കാഴ്ചകളും ഒക്കെ ആസ്വദിക്കാൻ, കലാപരിപാടികളും ഒക്കെ ആസ്വദിക്കുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ക്യാമറമാൻ അനന്തു എബിക്കൊപ്പം സൂര്യലാൽ, ഇടുക്കി ലൈവ്. KVVS Merchant Association and Youth Wing ഒരുക്കുന്ന ഫാഷൻ ഹിൽസ് കട്ടപ്പന ഫെസ്റ്റ് 2024 സീസൺ 2 co-powered by ഗായത്രി ഡിസൈൻസ് വെഡിംഗ് സെന്റർ, കീജിസ് ജുവലറി, ഇമിഗ്രന്റ് അക്കാഡമി. ഏപ്രിൽ 10 മുതൽ ഏപ്രിൽ 22 വരെ കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. ഉപരിപഠന സാധ്യതകളെ കുറിച്ച് അറിയുന്നതിനായി റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ഒരുക്കുന്ന വിദ്യാഭ്യാസ പ്രദർശനം, ഫലപുഷ്പ സസ്യങ്ങളുടെ പ്രദർശനം. കട്ടപ്പന കാശ്മീരാക്കി മാറ്റുവാൻ ജില്ലയിൽ ആദ്യമായി സ്നോ പാർക്ക്, പെറ്റ് ഷോ, മറ്റ് നിരവധി പ്രദർശന വിൽപ്പന സ്റ്റാളുകൾ, വിവിധതരം അമ്യൂസ്മെന്റ് റൈഡുകൾ, പ്രമുഖ സിനിമാ സെലിബ്രിറ്റി ഗായകർ നയിക്കുന്ന കലാപരിപാടികൾ. ഇടുക്കിയുടെ മിടുക്കിയെ കണ്ടെത്താൻ മിസ് ഇടുക്കി ഫാഷൻ കോമ്പറ്റീഷൻ. കട്ടപ്പന ഫെസ്റ്റ് 2024 സീസൺ 2